എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പരീക്ഷാഫലം വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എത്ര വിദ്യാർത്ഥികൾ ഈ വർഷത്തെ SSLC പരീക്ഷ എഴുതിയിട്ടുണ്ട്, അതിൽ എത്ര വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായിട്ട് യോഗ്യത നേടി, അതായത് ജയിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര വിദ്യാർത്ഥികൾ ജയിക്കാതെയുണ്ട്, അതുപോലെ തന്നെ ജയിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ എപ്പോഴാണ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എത്ര വിദ്യാർത്ഥികൾ ഈ ഒരു ജില്ലയിൽ, അതായത് ഏറ്റവും കൂടുതൽ A+ ലഭിച്ച ജില്ല ഏതാണ്, അതുപോലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ച ജില്ല ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ച സ്കൂൾ ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ നേടിയ സ്കൂൾ ഏതാണ് എന്നിങ്ങനെയുള്ള SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 4 മണിയോടെ മാത്രമാണ് നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുക. അതായത് വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് 3 മണിക്ക് പ്രഖ്യാപിക്കും എങ്കിലും നിങ്ങൾക്ക് ബാക്കിയുള്ള വെബ്സൈറ്റുകളും കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം അതായത് റിസൾട്ടിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം ഏകദേശം നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 4 മണിയോടെ നിങ്ങളുടെ ഈ ഒരു SSLC പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ SSLC പരീക്ഷാഫലം നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ SSLC റിസൾട്ട് ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് അറിയാനുള്ള ലിങ്കുകൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതത് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ SSLC പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ parikshavavan.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ അതായത് SSLC വിഭാഗത്തിൽ തന്നെ പല വിഭാഗമുണ്ട്. അപ്പോൾ SSLC ഉണ്ട്, അതുപോലെ തന്നെ SSLC HI ഉണ്ട്, അതുപോലെ തന്നെ THSLC ഉണ്ട്, THSLC HI ഉണ്ട്, AHSLC ഉണ്ട് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് വിഭാഗമാണോ അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. കാരണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് SSLCയുടെ ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതുവഴിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ SSLC റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ച് 3 മണിക്ക് പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഏകദേശം 4 മണിയോടെ ഈ ഒരു വെബ്സൈറ്റിൽ SSLC എക്സാമിനേഷൻ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാകും. അപ്പോൾ ആ ഒരു ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് മറ്റൊരു റിസൾട്ട് അറിയാനുള്ള പേജിലേക്കാണ് പോവുക. അപ്പോൾ ആ ഒരു പേജ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ ഫലം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഭാഗം കാണാം. ജസ്റ്റ് ഇവിടെയും നിങ്ങളുടെ SSLCയുടെ പരീക്ഷാഫലം വരുന്നതാണ്. അപ്പോൾ ഫലം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫലം എന്നുള്ള മറ്റൊരു പേജിലേക്ക്, അതായത് ആ ഒരു പേജിലേക്ക് ലോഡ് ചെയ്ത് പോകും. നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിരവധി വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വെബ്സൈറ്റ് ചെറിയൊരു സ്ലോ ആയിട്ട് കാണിക്കുന്നത്. അതായത് അല്ലെങ്കിൽ ഈ ഒരു ഫലം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ ആ ഒരു പേജ് ലോഡായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫലം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതിനു താഴെയായിട്ട് എല്ലാവിധ റിസൾട്ടുകളുടെ, അതായത് ഇതുപോലെ ജസ്റ്റ് ഈ ഒരു പേജ് ലോഡായിട്ട് വരും. അതായത് ഇവിടെ പരീക്ഷാഫലം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് താഴെയായിട്ട് ഈ ഒരു SSLC പരീക്ഷാഫലം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫലം കാണുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ നേരത്തെയുള്ള ഒരു ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു പേജിലേക്കാണ്. അതായത് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരീക്ഷ, അതായത് കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ ആ ഒരു റിസൾട്ടിൻ്റെ പേജ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് റിസൾട്ടിൻ്റെ പേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഹെഡിങ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം SSLC എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇത് പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു പേജ് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് 2025 ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് SSLC എക്സാമിനേഷൻ മാർച്ച് 2025 റിസൾട്ട് എന്നാണ് കാണാൻ പറ്റുക. അത് വന്ന ശേഷം പിന്നീട് നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗമുണ്ടാകും, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ടാകും. അതിനുശേഷം വ്യൂ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയുടെ പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെക്ക് ആൻഡ് ദ റിസൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ നൽകിയുള്ള രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവുന്നതും പിന്നീട് മറ്റൊരു നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും രജിസ്റ്റർ നമ്പറും അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ആ ഒരു റിസൾട്ടും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ റിസൾട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അതിൽ പ്രിന്റ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ PDF രൂപത്തിൽ നിങ്ങളുടെ റിസൾട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലോസ് എന്നുള്ള ഒരു ബട്ടൺ കൂടി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ക്ലോസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പേജ് ക്ലോസ് ചെയ്ത് നേരത്തെയുള്ള ആ ഒരു ഫലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതായത് റിസൾട്ട് അറിയാനുള്ള ആ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു റിസൾട്ട് പരിശോധിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റാണ് results.kai.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലും വിദ്യാർത്ഥികളുടെ ഈ ഒരു പരീക്ഷാഫലം പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് വരും. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ നമ്പർ നൽകാനുള്ള ഭാഗം ഉണ്ടാകും, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഭാഗം ഉണ്ടാകും, അതുപോലെ തന്നെ സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ ക്ലിയർ എന്നുള്ള ഓപ്ഷനും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതും അത് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതുമാണ്. സ്കൂൾ വൈസ് റിസൾട്ടും ഈ ഒരു പേജ് വഴിയാണ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് മറ്റൊരു വെബ്സൈറ്റ് കൂടി നോക്കാം. അപ്പോൾ അടുത്ത മറ്റൊരു വെബ്സൈറ്റാണ് PRD
kit.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സൈഡിലായിട്ട് ഒരു 3 ലൈൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രസ് റിലീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് ഈ ഒരു SSLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനായിട്ടുള്ള റിസൾട്ട് അറിയാനുള്ള ലിങ്ക് ഈ ഒരു വെബ്സൈറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അടുത്തൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്, ആപ്പ് സ്റ്റോറിൽ ലഭ്യമാണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സഫലം 2025 കൈറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ result.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണിത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. സഫലം 2025 എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിളോടുകൂടിയുള്ള അതായത് ഈ ഒരു നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സിമ്പിൾ ഉണ്ട്, ആ ഒരു ആപ്പിൻ്റെ ഐക്കണാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സഫലം 2025 എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് SSLCയുടെ ഓട്ടോമാറ്റിക്കലി അവിടെ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു SSLC എന്നുള്ളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വെള്ള കളറായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് സബ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ അതാണ് കൊടുക്കേണ്ടത്. അതുപോലെ പല വിദ്യാർത്ഥികളും 1 2 3 4 5 6 എന്ന് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതെന്തുകൊണ്ടാണ് 6 അക്കം കൊടുക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് മാത്രമേ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടുള്ളൂ. ഇത് ജസ്റ്റ് അവിടെ ആ ഒരു നമ്പറാണ് അടിക്കേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇത് കാണിച്ചതാണ്. അപ്പോൾ നിങ്ങളവിടെ നമ്പർ അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് അവിടെയുള്ള ആ ഒരു ലൈറ്റ് കളറിൽ കൊടുത്തിട്ടുള്ള 1 മുതൽ 6 വരെയുള്ള അക്കങ്ങൾ ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റിസൾട്ട് അറിഞ്ഞ ശേഷം ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാകും. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗൺലോഡ്സിൽ നിങ്ങളുടെ ആ ഒരു ഡൗൺലോഡ് ചെയ്ത് ആ ഫയലുകൾ വരുന്നതാണ്. അതുപോലെ തന്നെ റിസൾട്ട് അനാലിസിസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു SSLC പരീക്ഷയിൽ എത്ര വിദ്യാർത്ഥികൾക്ക് A+ കിട്ടി, അതുപോലെ എത്ര സ്കൂളുകളിൽ എത്ര വിദ്യാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത്, എത്ര വിദ്യാർത്ഥികൾ തോറ്റിട്ടുണ്ട്, ഇതുപോലെ എല്ലാ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസും അതായത് വിദ്യാർത്ഥികളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ല, നിങ്ങൾക്ക് ഓവറോൾ ആയിട്ടുള്ള അനാലിസിസ് മാത്രം ഇതുവഴി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.